നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ് LDF-നും UDF-നും. PV അൻവർ ഇടതുപാളയം വിട്ട് പുറത്തുപോയതിനെ തുടർന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി വിജയത്തിലൂടെ മറുപടി നൽകാനാണ് CPM-ന്റെ ലക്ഷ്യമെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കാനൊരുങ്ങുന്ന UDF-ന് നിലമ്പൂർ ഒരു സെമി ഫൈനലാണ്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. PV അൻവർ രാജിവെച്ചതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്തുന്നത് ഇടതുപക്ഷത്തിന് അനിവാര്യമാണ്. PV അൻവർ പോയത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടില്ലെന്നും പാർട്ടി വോട്ടുകൾ കൃത്യമായി നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും തെളിയിക്കാനാകും പാർട്ടിയുടെ പ്രഥമ പരിഗണന. ഇത് മുൻകൂട്ടി കണ്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ CPM സജീവമാക്കുന്നത് M സ്വരാജിന് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകിക്കൊണ്ടാണ്. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പകരം CPM-കാരനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാകും കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മണ്ഡലത്തിൽ നിന്നയാളുമെന്ന നിലയിൽ M സ്വരാജിന് തന്നെയാണ് കൂടുതൽ സാധ്യത. യുവനേതാവിന് നറുക്കു വീഴുകയാണെങ്കിൽ മണ്ഡലത്തിൽ നിന്നുള്ള DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിനെ പരിഗണിച്ചേക്കും. അതല്ല, പ്രവർത്തന പരിചയമാണ് പാർട്ടി മാനദണ്ഡമാക്കുന്നതെങ്കിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VM ഷൌക്കത്തിനും നറുക്കു വീണേക്കും. മറുഭാഗത്ത് കോൺഗ്രസിൽ ആര് മത്സരിക്കണമെന്നതിൽ AICC നിർദ്ദേശപ്രകാരമുള്ള സർവേ പുരോഗമിക്കുകയാണ്. DCC പ്രസിഡന്റ് VS ജോയും ആര്യടൻ ഷൌക്കത്തുമാണ് കോൺഗ്രസിന്റെ പരിഗണനയിൽ മുന്നിലുള്ളത്. എന്നാൽ കോൺഗ്രസിനകത്ത് തന്നെ ചേരിപ്പോര് തുടരുകയാണ്. VS ജോയെ പരിഗണിച്ചാൽ ആര്യടൻ ഷൌക്കത്ത് പിണങ്ങുമോ എന്നത് കോൺഗ്രസിന്റെ ആശങ്കയാണ്. ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥും പരിഗണനയിലുണ്ട്. തിരഞ്ഞെടുപ്പ് കളം ഒരുങ്ങുന്നതിനു മുന്നേ തന്നെ രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ് നിലമ്പൂരിൽ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.